നമസ്കാരം. ശബരിമലയിൽ ഭക്തജനങ്ങൾ കാണിക്കയായി അർപ്പിച്ച പൊന്നും പൊരുളും എവിടെ പോയി എന്ന ചോദ്യം ഇന്ന് ഓരോ മലയാളി മനസ്സിനെയും ഉലയ്ക്കുന്നതാണ്. ഈ മഹാപാതകത്തിന് പിന്നിലുള്ള അഴിമതിക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ BJP നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ കേരളത്തിലെ വിശ്വാസി സമൂഹം വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. വർഷങ്ങളായി ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ച ദേവസ്വം ബോർഡിന്റെ തണലിൽ നടന്ന ഈ കൊള്ളയെ അഴിമതി എന്ന് മാത്രം വിളിച്ചാൽ പോരാ, ഇതൊരു വലിയ വിശ്വാസ വഞ്ചനയാണ്. ഈ സാഹചര്യത്തിലാണ് BJP ഒരു രക്ഷകനായി രംഗത്തെത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണം ലോകത്തിന് തന്നെ മാതൃകയാകുന്നത് അതിൻ്റെ സുതാര്യതയും അഴിമതിക്കെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും കൊണ്ടാണ്. ന ഖാവുങ്ക ന ഖാനെ ദൂങ്ക, അഴിമതി നടത്തില്ല, നടത്താൻ അനുവദിക്കില്ല എന്ന മോദി വാചകം ശബരിമലയുടെ കാര്യത്തിലും അന്വർത്ഥമാക്കാൻ BJP പ്രതിജ്ഞാബദ്ധരാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തിയപ്പോൾ ഈ വിഷയം ഗൗരവമായി ഉന്നയിച്ചത് വെറുതെയല്ല. കേരളത്തിലെ ഭരണകൂടം സ്വർണ്ണക്കടത്ത് മുതൽ ക്ഷേത്രങ്ങളിലെ സ്വർണ്ണക്കൊള്ള വരെ ഒരേ താല്പര്യത്തോടെയാണ് കാണുന്നതെന്ന് അദ്ദേഹം തുറന്നടിച്ചു. അന്വേഷണത്തിൽ വിശ്വാസമില്ലാത്തതിനാൽ ഈ കേസ് CBI അന്വേഷിക്കണമെന്ന BJPയുടെ ആവശ്യം ന്യായമാണ്. ശബരിമലയിലെ സ്വർണത്തിന്റെ കണക്കെടുക്കാൻ BJP ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ ആദ്യം ഒഴിഞ്ഞു മാറി. എന്നാൽ BJPയുടെ ശക്തമായ സമരമുറകൾക്ക് മുന്നിൽ ഒടുവിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. കഴിഞ്ഞ 30 വർഷത്തെ ദേവസ്വം ബോർഡിന്റെ സ്വത്തുക്കളും രേഖകളും CAG ഓഡിറ്റിങ്ങിന് വിധേയമാക്കണമെന്ന BJPയുടെ ആവശ്യം വിപ്ലവകരമാണ്. ഇത് നടപ്പിലായാൽ ശബരിമലയിലെ മാത്രമല്ല കേരളത്തിലെ പല പ്രമുഖ ക്ഷേത്രങ്ങളിലെയും നടന്ന സ്വർണ്ണക്കൊള്ളകൾ പുറത്തുവരും. രാഷ്ട്രീയക്കാർക്ക് ക്ഷേത്രഭരണത്തിൽ എന്ത് കാര്യം? ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് വിട്ടു നൽകണമെന്ന BJPയുടെ ദീർഘകാലമായുള്ള ആവശ്യം ശരിയാണെന്ന് ഈ സ്വർണ്ണക്കൊള്ള വിവാദം വീണ്ടും തെളിയിക്കുന്നു. ഈ സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ സർക്കാരിനെതിരെ BJP ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾ ഇവയാണ്. അയ്യപ്പന്റെ സ്വർണം എവിടെ പോയി? ഭക്തർ നൽകിയ സ്വർണം ചെമ്പായി മാറിയോ അതോ വല്ലവന്റെയും പോക്കറ്റിലാണോ? ആരെയാണ് ഭയക്കുന്നത്? വിജിലൻസ് റിപ്പോർട്ട് വന്നിട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ മടിക്കുന്നത് ആരെ സംരക്ഷിക്കാനാണ്? CBI അന്വേഷണം എന്തിനു ഭയക്കുന്നു? മടിയിൽ കനമില്ലാത്തവർ എന്തിന് CBIയെ പേടിക്കണം? ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ BJP ചെയ്യുന്നത് വലിയൊരു ധർമ്മയുദ്ധമാണ്. അയോധ്യയിലെ രാമക്ഷേത്രം മുതൽ കാശി വിശ്വനാഥ ക്ഷേത്രം വരെ പുനരുദ്ധരിക്കപ്പെടുമ്പോൾ കേരളത്തിൽ ശബരിമലയിലെ സ്വർണം എവിടെ പോയി എന്ന് തെളിയിക്കാൻ BJPക്ക് മാത്രമേ സാധിക്കൂ എന്ന് കേരളത്തിലെ സാധാരണ ഭക്തർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. BJP അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന പ്രക്ഷോഭങ്ങൾ വരാനിരിക്കുന്ന മാറ്റത്തിന്റെ തുടക്കമാണ്. ശബരിമലയിലെ അയ്യപ്പന്റെ മോഷ്ടിക്കപ്പെട്ട സ്വത്ത് ഒരു തരി പോലും നഷ്ടപ്പെടുത്താതെ തിരിച്ചു പിടിക്കുന്നതുവരെ വിശ്രമമില്ലെന്ന BJPയുടെ പ്രഖ്യാപനം വിശ്വാസികൾക്ക് വലിയ ആശ്വാസമാണ്. അഴിമതിയുടെ കറ പുരണ്ട ഇടത് വലത് മുന്നണികൾക്ക് ഇനി ശബരിമലയുടെ പേരിൽ വോട്ട് ചോദിക്കാൻ ഒരു അവകാശവുമില്ല. മോദിയുടെ കരുത്തും BJPയുടെ പോരാട്ട വീര്യവും ഒന്നിച്ചു ചേരുമ്പോൾ ശബരിമലയിൽ നീതി നടപ്പിലാകുമെന്ന് ഉറപ്പാണ്. അയ്യപ്പന്റെ പുണ്യം ഇനി കൊള്ളക്കാരുടെ കയ്യിലല്ല, സുരക്ഷിതമായ കൈകളിലെത്തേണ്ട സമയമായി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Brought to you by Kerala AIDS Control Society. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.